ഹിറ്റാവും ഉറപ്പില്ല. എന്നാലും അത് കണ്ടിട്ട് പോലത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റീഫ അടുത്ത റിലീസ് ആവണം, ഓണം റിലീസ്. എങ്ങനെയുണ്ട് പ്രതീക്ഷ? നല്ല രീതിയിലുണ്ട്. ലാലേട്ടനുണ്ട്. ഞാനത് വൈകുന്നേരം കാണുന്നു. രാവിലെ എനിക്ക് പ്രോഗ്രാം ഉണ്ട്, വൈകുന്നേരം കാണും. പൃഥ്വിരാജ് ലാലേട്ടനും ഒരുമിക്കുന്ന ഒരു സിനിമ കൂടെയാണ് എമ്പുരാന് ശേഷം. തീർച്ചയായിട്ടും രാജുവേട്ടൻ്റെ ഞാൻ നേരിട്ട് ലൂസിഫറിൽ കണ്ടതാണ് നേരിട്ട്. പക്ഷെ എന്തായാലും പടം എന്തായാലും വർക്കാവട്ടെ. നല്ലൊരു എന്താ പറയാ, ഒരു അധോലോക നായകനായിട്ടാണല്ലോ പുള്ളി വരുന്നത്. ഒരു എന്താ പറയാ, ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഖലീഫയുണ്ട്, നമ്മുടെ കുടുംബ യൂണിറ്റ്, അയാം ഗെയിം മാറ്റി, അയാം ഗെയിം അല്ല അയാം ഗെയിം ഉണ്ടല്ലേ, അടുത്ത മാസമാക്കി. അത് ഖലീഫ എന്തായാലും കാണും, തീർച്ചയായിട്ടും കാണും. എന്തായാലും ഒരു നല്ലൊരു പടമായിട്ട് മാറട്ടെ. എങ്ങനെയാണ് ഒരു എക്സ്പെക്ട് ചെയ്യണ പടത്തെ? ഖലീഫ വൈശാഖിന്റെ സിനിമയല്ലേ, എന്തായാലും തീർച്ചയായിട്ടും കാണണം. രാജുവേട്ടൻ്റെ ആ ഒരു ഇതൊക്കെ തിയേറ്റർ ഒരു പക്ക ആക്ഷൻ പടമാണല്ലോ ഓണത്തിന് വരാൻ പോകുന്നത്. രാജുവേട്ടൻ ബേസിക്കലി ഒരു എന്താ പറയാ, കടുവ പോലത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റൈലിഷ് ആക്ടറാണല്ലോ, ആക്ഷൻ ഓറിയന്റഡ് ആക്ടറാണ്. അപ്പോൾ അത് ആ ഒരു ആക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തിയേറ്റർ അത്യാവശ്യം 50 കോടിക്ക് മുകളിൽ ഫസ്റ്റ് കളക്ട് ചെയ്യാൻ അറിയില്ല, എന്നാലും 25 കോടിക്ക് മേളിൽ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കുടുംബ യൂണിറ്റോ? കുടുംബ യൂണിറ്റ് നമ്മുടെ നാളെ മറ്റേ ഡെലുലുവിന്റെ പടം ഇറങ്ങിയല്ലോ, സർവമായ പോലത്തെ ഒരു പെട്ടെന്നുള്ള ഹിറ്റായിരിക്കും. ഹിറ്റാവും ഉറപ്പില്ല. എന്നാലും അത് കണ്ടിട്ട് ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിലും പറയാൻ പറ്റുള്ളൂ ഹിറ്റാവും അല്ലേ.